ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ചാപ്റ്റർ 5 ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇതിൻ്റെ പാർട്ട് 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പാർട്ട് 5 ആണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ, അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഗ്ലോബലൈസേഷനെ കുറിച്ചായിരുന്നു. ഗ്ലോബലൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട 2 ടേമുകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിൽ ഒന്ന് ഔട്ട്സോഴ്സിംഗ്, പുറംപണി കരാർ. രണ്ടാമത്തത് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് പുറംപണി കരാർ, സോഴ്സിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാമ്പത്തിക നയത്തിൻ്റെ, പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായ 3-ാമത്തെ പോയിൻ്റാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു ആശയമാണ് പുറംപണി കരാർ, അല്ലെങ്കിൽ ഒരു ടേമാണ് പുറംപണി കരാർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്നാണ് പുറംപണി കരാർ. ഔട്ട്സോഴ്സിംഗ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഔട്ട്കംസ് ഓഫ് ദി ഗ്ലോബലൈസേഷൻ പ്രോസസ്സ്. ഓക്കെ, അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ നിന്ന് നിരവധി സേവനങ്ങൾ പുറംപണി കരാർ ചെയ്യുന്നുണ്ട്. Developed countries like US are outsourcing many services from developing countries like India. എന്ന് പറഞ്ഞാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കുറേ ഓർഡറുകൾ, ജോലിക്കുള്ള ഓർഡറുകൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഇന്ത്യക്ക് നേട്ടമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ കുറേ തൊഴിലാളികൾക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടുതലായിട്ട് എന്താണെന്ന് നമ്മൾ വിശദീകരിക്കുന്നു. ഓക്കെ, ഔട്ട്സോഴ്സിംഗ്, പുറംപണി കരാർ എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വിശദീകരിക്കുന്നു. ശ്രദ്ധിക്കുക. ഇപ്പോൾ അമേരിക്കയിൽ കുറേ മൾട്ടിനാഷണൽ കമ്പനികളുണ്ടാവും. ഈ മൾട്ടിനാഷണൽ കമ്പനികൾ എല്ലാം സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കാൻ ചിലവ് കൂടും, കാരണം വികസിത രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ നോക്കുമ്പോൾ കുറഞ്ഞ ചിലവിൽ നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ, ഇപ്പോൾ ഉദാഹരണം ബാങ്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ കമ്പനികളോ ഇന്ത്യയിലെ കമ്പനികൾക്ക്, ഇന്ത്യയിലെ IT കമ്പനികൾക്ക് ഓർഡർ കൊടുക്കും. അപ്പോൾ ഇന്ത്യയിലെ IT കമ്പനികൾ ഓർഡർ പ്രകാരം കുറഞ്ഞ ചെലവിൽ, കുറഞ്ഞ തുകയ്ക്ക് ഈ സോഫ്റ്റ്വെയർ അമേരിക്കൻ കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇന്ത്യൻ IT കമ്പനികൾക്ക് ഓർഡർ കിട്ടുമ്പോൾ അവിടെ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുകയും ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ കൂടുകയും ചെയ്യുന്നു, തൊഴിലുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ IT മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഇത് IT മേഖല മാത്രമല്ല, ഇങ്ങനെ കുറേ തൊഴിലവസരങ്ങൾ, കുറേ ഔട്ട്സോഴ്സിങ് വികസിത രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ നേടിയെടുക്കുന്നുണ്ട്. ഇതിലൂടെ നല്ലൊരു വരുമാനവും ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്സോഴ്സിംഗ് അഥവാ പുറംവാങ്ങൽ കരാർ, പുറംപണി കരാർ നടത്തുന്നത് വികസിത രാജ്യങ്ങളാണ്. അത് വികസ്വര രാജ്യങ്ങളിൽ നിന്നാണ് ഈ കരാർ നടത്തുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അക്കൗണ്ടിങ്, നിയമ സേവനങ്ങൾ, എഡിറ്റിംഗ്, ആനിമേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പുറംപണി കരാർ നടത്തുന്നുണ്ട്.
ഓക്കെ. എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷന്, അക്കൗണ്ടിങ്, നിയമസേവനങ്ങൾ, എഡിറ്റിംഗ്, ആനിമേഷന്, ഇതൊക്കെ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ ചെയ്യുക എന്നുള്ളത് ചിലവ് കൂടുതലാണ്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറഞ്ഞ ചിലവിൽ ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അമേരിക്കയിലെ വലിയ വലിയ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ ഈ ഓർഡർ ഇന്ത്യക്ക് കൊടുക്കുന്നു. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലെ കമ്പനികൾക്ക് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ കമ്പനികളിൽ കുറേ ആളുകൾക്ക്, ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്നു. ഓക്കെ. അത് ഇന്ത്യയുടെ വരുമാനം കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികൾക്കും ലാഭമാണ്. കാരണം കുറഞ്ഞ ചിലവിൽ അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെയ്ത് കിട്ടുമ്പോൾ അവരുടെ ചിലവും കുറയുന്നു. ഓക്കെ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അക്കൗണ്ടിങ് സേവനങ്ങൾ, എഡിറ്റിംഗ്, ആനിമേഷൻ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പുറംപണി കരാർ ബിസിനസ്സുകൾ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അക്കൗണ്ടിംഗ്, ലീഗൽ സർവീസ്, എഡിറ്റിംഗ്, ആനിമേഷൻ എക്സെട്ര ആർ ദി മേജർ ഔട്ട്സോഴ്സിംഗ് ബിസിനസ്. ഓക്കെ. പുറംപണി കരാറാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലെ ബഹുമുഖ കമ്പനികൾ, വലിയ വലിയ കമ്പനികൾ, അവർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ആനിമേഷൻ, എഡിറ്റിംഗ്, അതേപോലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അക്കൗണ്ടിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇന്ത്യ പോലുള്ള കമ്പനികൾക്ക് ഓർഡർ കൊടുക്കും. ഈ കാര്യങ്ങൾ അവരുടെ രാജ്യങ്ങളിൽ തന്നെ ചെയ്യുക എന്നത് ചിലവ് കൂടിയതാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യ പോലുള്ള കമ്പനികൾക്ക് ഓർഡർ കിട്ടുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ കമ്പനികളിൽ തൊഴിലവസരങ്ങൾ കൂടുന്നു, ജോലി കിട്ടുന്നു, കുറേ ആളുകൾക്ക് ജോലി കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇത് ഇന്ത്യയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ. ഇനി ഇന്ത്യ പോലുള്ള ഇന്ത്യയിലെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഓർഡർ കിട്ടാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് നല്ല കഴിവുള്ള തൊഴിൽ എവിടെ ഉണ്ട്? ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് വൈദഗ്ധ്യമുള്ള മനുഷ്യശേഷി വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള തൊഴിലാളികൾ ഇന്ത്യയിലുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാരണം കുറഞ്ഞ കൂലി നിരക്കാണ്. ഇന്ത്യയിലെ കൂലി വളരെ കുറവാണ്. മൂന്നാമത്തെ കാരണം ഇന്ത്യൻ തൊഴിലാളികൾ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം, അതായത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള കഴിവാണ്. ഈ 3 കാര്യങ്ങളാണ് ഈ വികസിത രാജ്യങ്ങളിലെ ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യക്ക് പുറംപണി കരാർ നൽകുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ നല്ല കഴിവുള്ള തൊഴിലാളികളുണ്ട്, വൈദഗ്ധ്യമുള്ള മനുഷ്യശേഷി വിഭവങ്ങൾ ഇന്ത്യയിലുണ്ട്. ഓക്കെ. ഇന്ത്യയിലെ തൊഴിലാളിയുടെ കൂലി നിരക്ക് വികസിത രാജ്യങ്ങളിലേക്കാൾ കുറവാണ്. കൂടാതെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള കഴിവും ഇതിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം ഈ വികസിത രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ കമ്പനികൾക്ക് ഓർഡർ കിട്ടുന്നതിന് കാരണമായി മാറുന്നു. ഓക്കെ. അപ്പോൾ ഈ ബഹുരാഷ്ട്ര കമ്പനികൾക്ക്, വികസിത രാജ്യങ്ങളിലെ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കുറഞ്ഞ ചിലവിൽ ആനിമേഷനും എഡിറ്റിങ്ങും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും IT മേഖലയിലെ സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ. ഇത് ഇന്ത്യക്കാർക്കും നേട്ടമായിട്ട് മാറുന്നു. അപ്പോൾ ഇന്ത്യയിലെ വൈദഗ്ധ്യമുള്ള മനുഷ്യശേഷി വിഭവങ്ങൾ, കുറഞ്ഞ കൂലി നിരക്ക്, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം എന്നിവയുടെ ഫലമായി വികസിത രാജ്യങ്ങളിലെ ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യക്ക് പുറംപണി കരാർ നൽകുന്നു. ഓക്കെ. ആസ് എ റിസൾട്ട് ഓഫ് India's skilled manpower, low wages and proficiency in the English language, multinational companies in developed countries are outsourcing from India. Okay. പുറംപണി കരാറിൻ്റെ ഭാഗമായി അഥവാ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ മേഖലയാണ് IT മേഖല. അതായത് വികസിത രാജ്യങ്ങളിലെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി ഇന്ത്യയിലെ എത്രയോ IT കമ്പനികൾ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നല്ലൊരു നേട്ടം ഇന്ത്യൻ IT കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അതായത് ഇതിൻ്റെ ഫലമായി ഇന്ത്യയിലെ IT മേഖല വളരുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ഈ IT മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്, സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആസ് എ റിസൾട്ട്
The IT industry in India has grown and created more jobs in this sector. ഓക്കെ, അതായത് ഐ ടി മേഖല കൂടുതലായിട്ട് ഇന്ത്യയിലെ ഐ ടി മേഖല കൂടുതലായിട്ട് വളരുകയും ഈ ഐ ടി മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ഔട്ട്സോഴ്സിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഔട്ട്സോഴ്സിങ് പ്രധാനപ്പെട്ട ഒന്നാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായുള്ള, അതായത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള അടുത്ത ടോപ്പിക്കാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO, ലോക വ്യാപാര സംഘടന. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO അഥവാ ലോക വ്യാപാര സംഘടന. ഇനി ഇതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1948 ഗാട്ട് എന്നൊരു എഗ്രിമെൻ്റ് നിലവിലുണ്ടായിരുന്നു. 1948 ഗാട്ട് എന്നൊരു എഗ്രിമെൻ്റ് നിലവിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഫുൾ ഫോമാണ് ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. നമുക്കറിയാവുന്നതാണ് ജനറൽ എഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻ്റാണ്, കരാറാണ്. ഓൺ താരിഫ് എന്ന് പറഞ്ഞാൽ അറിയാം, കയറ്റുമതി ഇറക്കുമതി നികുതിയാണ് താരിഫ്, നമ്മൾ ചാപ്റ്റർ 2 പറഞ്ഞതാണ്. ആൻഡ് ട്രേഡ്, വ്യാപാരം. അപ്പോൾ താരിഫിനെയും വ്യാപാരത്തെയും സംബന്ധിച്ച പൊതു കരാർ ജനറൽ എഗ്രിമെൻറ്റ് ഗാട്ട് ഉണ്ടായിരുന്നു. ഇത് 1948 സ്ഥാപിതമായത്. ഓക്കെ, ഈ ഗാട്ടിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഗാട്ടിൻ്റെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. അതായത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തെ, വ്യാപാരത്തെ, കയറ്റുമതിയെയും ഇറക്കുമതിയെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് 1948 ഗാട്ട് സ്ഥാപിതമായത്. ഓക്കെ, ഗാട്ട് വാസ് established in 19. The main objective was to promote trade. ഓക്കെ, എന്നാൽ 1995 ഗാട്ടിനു പകരം WTO എന്ന സംഘടന നിലവിൽ വന്നു. അതായത് 1995 ഗാട്ടിൻ്റെ സ്ഥാനത്ത് WTO എന്ന സംഘടന നിലവിൽ വന്നു. അതായത് ഗാട്ട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ പേര് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO, ലോക വ്യാപാര സംഘടന എന്നാക്കി മാറ്റി. ഓക്കെ, ഇൻ 1995 ഗാട്ട് റീപ്ലേസ്ഡ് ബൈ WTO. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ പറയുന്നത് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടന, അതിൻ്റെ ലക്ഷ്യങ്ങളാണ്, എയിംസ് ഓർ ഒബ്ജക്റ്റീവ്, അതാണ് പറയുന്നത്. ലക്ഷ്യങ്ങൾ പറയുന്നു. എന്തൊക്കെയാണ് WTOയുടെ ലക്ഷ്യങ്ങൾ, എന്തിനു വേണ്ടിയാണ് WTO സ്ഥാപിതമായിട്ടുള്ളത്, ആ കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് അന്താരാഷ്ട്ര കമ്പോളത്തിൽ, അന്താരാഷ്ട്ര വ്യാപാരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക. അതായത് കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിൽ കയറ്റുമതി ഇറക്കുമതിയാണ് അന്താരാഷ്ട്ര വ്യാപാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ അന്താരാഷ്ട്ര കമ്പോളം, അന്താരാഷ്ട്ര വ്യാപാരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക. അപ്പം അമേരിക്കയാണ് ലോകത്തിൽ ലീഡ് ചെയ്യുന്ന രാജ്യം. ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യണം, ഇറക്കുമതി ചെയ്യണം എന്നുള്ളത് അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു മേധാവിത്വമാണ്, അല്ലെങ്കിൽ ഒരു ഏകാധിപത്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എല്ലാ രാജ്യങ്ങൾക്കും സ്വതന്ത്രമായിട്ട് അന്താരാഷ്ട്ര കമ്പോളത്തിൽ അഥവാ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നുള്ളതാണ് ഈ WTOയുടെ ഒന്നാമത്തെ ലക്ഷ്യം. ഓക്കെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് ബഹുമുഖ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജിങ് മൾട്ടി ലാറ്ററൽ ട്രേഡ്. ഓക്കെ, ഇനി ബഹുമുഖ വ്യാപാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് മുമ്പ്
ബൈലാറ്ററൽ ട്രേഡായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലായിരുന്നു വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാരം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ ചൈനയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യും, ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യും. അതേപോലെ ചൈനയും അത് തന്നെ, ചൈന ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യും, ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ മാത്രം കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്ത് വ്യാപാരം മുന്നോട്ട് പോകുന്നതിനെയാണ് ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത്, ദ്വിമുഖ വ്യാപാരം എന്ന് പറയുന്നത്. അത് ഒഴിവാക്കിയിട്ട് ബഹുമുഖ മൾട്ടിലാറ്ററൽ ട്രേഡിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, ഇപ്പോൾ ഇന്ത്യയാണ് ഉദാഹരണം പറയുന്നതെങ്കിൽ ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെടുക, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയും എല്ലാ രാജ്യങ്ങളിലേക്കും ഇന്ത്യ കയറ്റുമതി ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതായത് ബഹുമുഖ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തേക്കാൾ കൂടുതലായി കുറേ രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻകറേജിങ് മൾട്ടി ലാറ്ററൽ ട്രേഡ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റാണ് വ്യാപാരത്തെ ബാധിക്കുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവനായും ഒഴിവാക്കുക. അവോയ്ഡ് റെസ്ട്രിക്ഷൻസ് ദാറ്റ് എഫക്റ്റ് ട്രേഡ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിൻ്റാണ് താരിഫ് കോട്ടാസ് പോലുള്ള നിയന്ത്രണങ്ങളും ഒഴിവാക്കുക. താരിഫ് നമ്മൾ പറഞ്ഞിരുന്നു, കയറ്റുമതി ഇറക്കുമതിയുടെ മുകളിലുള്ള നികുതിയാണ് താരിഫ്. അപ്പോൾ താരിഫ് കോട്ടാസ് അളവിലുള്ള നിയന്ത്രണമാണ്. അപ്പം താരിഫ് കോട്ടാസ് പോലുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. റിമൂവൽ ഓഫ് താരിഫ് ആൻഡ് കോട്ടാസ്. ഇതാണ് നാലാമത്തെ പോയിൻ്റായിട്ട്, നാലാമത്തെ WTOയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ട്രിംസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ, അഞ്ചാമത്തെ പോയിൻ്റാണ് ട്രിംസ് എന്നിവ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ഇനി ട്രിപ്സ് എന്ന് പറഞ്ഞാൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട ബൗദ്ധിക സ്വത്തവകാശമാണ്. ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അതാണ് ടിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇതാണ് ട്രിപ്സ്, അതായത് വ്യാപാരവുമായി ബന്ധപ്പെട്ട ബൗദ്ധിക സ്വത്തവകാശം. ഇതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഒരു രാജ്യത്തിലെ ഒരു പൗരൻ അഥവാ കമ്പനി അത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിപരമായ അവകാശം, കണ്ടുപിടിച്ചതിൻ്റെ അവകാശം ആരാണോ കണ്ടുപിടിച്ചത് ആ വ്യക്തിക്കോ സ്ഥാപനത്തിനോ കിട്ടണം. അതാണ് ബൗദ്ധിക സ്വത്തവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ഒരു കമ്പനി ഒരു ഉൽപ്പന്നം കണ്ടുപിടിച്ചിട്ട് അത് ഉൽപ്പാദിപ്പിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ ആ ഉൽപ്പന്നം മറ്റു രാജ്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈ കണ്ടുപിടിച്ച ആ കമ്പനിയുടെ അനുമതി വാങ്ങേണ്ടതാണ്. ആ കണ്ടുപിടിച്ച കമ്പനിക്ക് ആ ഉൽപ്പന്നത്തിൻ്റെ ബൗദ്ധിക സ്വത്തവകാശം, കണ്ടുപിടിച്ചതിൻ്റെ അവകാശം കിട്ടണം. അതാണ് ട്രിപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റിലെ രണ്ടാമത്തെ ടേമാണ് ട്രിംസ്. ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് അഥവാ വ്യാപാരവുമായി ബന്ധപ്പെട്ട നിക്ഷേപ നടപടികൾ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു രാജ്യത്ത് വേറൊരു രാജ്യത്തെ സ്ഥാപനങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ, അതായത് ഒരു രാജ്യത്ത് വേറൊരു രാജ്യത്തിലെ സ്ഥാപനങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ, വ്യവസായങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ആ നിക്ഷേപത്തിന് ഏത് കമ്പനിയാണോ നിക്ഷേപം നടത്തിയത് ആ കമ്പനിക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ആ അമേരിക്കൻ കമ്പനിക്ക് ആ നിക്ഷേപം നടത്തിയതിൻ്റെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനും വിറ്റഴിക്കാനുമുള്ള അവകാശം നൽകണം. ഇതാണ് ട്രിംസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ട്രിംസിനും ഈ രണ്ട് കാര്യങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക, പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് WTOയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതോടുകൂടി പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു. 3 കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓക്കെ, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ.
ഇനി അടുത്തതായി പുതിയ സാമ്പത്തിക നയത്തിൻ്റെ വിലയിരുത്തലാണ്. അതായത് പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നേട്ടങ്ങൾ, മെരിറ്റ്സ്. അപ്പോൾ അസസ്മെൻറ്റിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് നേട്ടങ്ങളാണ്, മെരിറ്റ്സാണ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് GDP വർദ്ധിച്ചു. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിങ്ങനെയുള്ള പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഭാഗമായി GDP വർദ്ധിച്ചു. ഇൻക്രീസ്ഡ് GDP, നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു. ഓക്കെ. രണ്ടാമത്തെ പോയിൻ്റാണ് വിദേശ നിക്ഷേപം വർദ്ധിച്ചു. അതായത് ഇൻക്രീസ്ഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ. അത് എന്ന് പറഞ്ഞാൽ വിദേശികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള, വ്യവസായം തുടങ്ങാനുള്ള അവസരം ഇന്ത്യ നൽകി. അതിൻ്റെ ഭാഗമായിട്ട് കുറേ വിദേശികൾ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ ഇന്ത്യയിൽ വ്യവസായം തുടങ്ങാൻ വന്നു എന്ന് പറഞ്ഞാൽ വിദേശ നിക്ഷേപം ഇന്ത്യയിൽ വർദ്ധിച്ചു, വിദേശ വ്യവസായങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചു. ഓക്കെ. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു. ഇൻക്രീസ്ഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ പണത്തിന് വിദേശ രാജ്യങ്ങളിൽ മൂല്യമില്ല. അപ്പോൾ അന്താരാഷ്ട്ര വ്യാപാരം, നമ്മൾ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഡോളർ പോലുള്ള മൂല്യമുള്ള നാണയങ്ങൾ ഉപയോഗിക്കണം. ആ വിദേശ നാണയം നമ്മൾ ശേഖരിച്ച് വെക്കണം. അപ്പോൾ പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ആ വിദേശ നാണയങ്ങൾ കൂടുതലായിട്ട് ഇന്ത്യക്ക് റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ ശേഖരിച്ച് വെക്കാൻ സാധിച്ചു. അപ്പം വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, നേട്ടമായിട്ട് പറയുന്നത്. നാലാമത്തെ പോയിൻ്റാണ് ദാരിദ്ര്യം കുറഞ്ഞു. റെഡ്യൂസ്ഡ് പോവേർട്ടി, അതായത് ദാരിദ്ര്യത്തിൻ്റെ അളവ് പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് നാലാമത്തെ പോയിൻ്റ്. അഞ്ചാമത്തെ പോയിൻ്റാണ് വ്യാവസായിക മേഖലയും സേവന മേഖലയും വളർച്ച നേടി. ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. അതായത് പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ മേഖലയാണ് വ്യാവസായിക മേഖലയും സേവന മേഖലയും. ഓക്കെ. അപ്പോൾ വ്യവസായ മേഖലയും സേവന മേഖലയും, ഇന്ത്യയിലെ വ്യവസായ മേഖലയും സേവന മേഖലയും വളർച്ച നേടി എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിൻ്റായിട്ട്, അഞ്ചാമത്തെ നേട്ടമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേട്ടങ്ങളായിട്ട് എടുത്തു കാണിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതായി ഇതിൻ്റെ കോട്ടങ്ങളാണ്. അസസ്മെൻറ്റിൽ, വിലയിരുത്തലിൽ ഇതിൻ്റെ കോട്ടങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള കോട്ടങ്ങൾ, ഡീമെരിറ്റ്സ്. ഓക്കെ. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് തൊഴിൽ അവസരങ്ങൾ വർദ്ധിച്ചില്ല. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡിഡ് നോട്ട് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ തൊഴിൽ രഹിത വളർച്ച എന്ന രീതിയിലാണ് പുതിയ സാമ്പത്തിക നയത്തിൻ്റെ വളർച്ചയെ കാണുന്നത്. അതായത് ജോബ്ലെസ് ഗ്രോത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല. രണ്ടാമത്തെ പോയിൻ്റാണ് കാർഷിക മേഖലയെ ഈ പുതിയ സാമ്പത്തിക നയം ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ഒരു എക്കണോമിയിൽ, ഒരു രാജ്യത്ത് 3 മേഖലയാണ് ഉള്ളത്: കാർഷികം, വ്യവസായം, സേവനം. അതിൽ നമ്മൾ നേട്ടങ്ങളിൽ പറഞ്ഞു, സേവന മേഖലയെയും വ്യവസായ മേഖലയെയും കൂടുതൽ അനുകൂലമായി ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വ്യവസായ മേഖലക്കും സേവന മേഖലക്കും പുതിയ സാമ്പത്തിക നയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കാർഷിക മേഖലയിൽ ഇത് കോട്ടമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് പറഞ്ഞ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 50%-ലധികവും ആളുകൾ ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. കാർഷിക മേഖലയ്ക്ക് പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി നേട്ടമുണ്ടായിട്ടില്ലെങ്കിൽ അവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയുമില്ല. അപ്പോൾ തൊഴിൽ രഹിത വളർച്ച എന്ന പേരിലാണ് അറിയപ്പെടുക. പക്ഷേ വ്യവസായ മേഖലയും സേവന മേഖലയും വളർച്ച നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ എടുത്തു പറയുന്ന കാര്യം, കാർഷിക മേഖലയ്ക്ക് നേട്ടമുണ്ടാക്കാത്തതിൻ്റെ ഭാഗമായി ഇവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻ്റ്. ഈ പുതിയ സാമ്പത്തിക നയം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചില്ല. കൂടാതെ കാർഷിക മേഖലയെ ഇത് ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. അപ്പം ഈ 2 പോയിൻ്റാണ് ഇതിൻ്റെ കോട്ടങ്ങളായിട്ട് എടുത്തു കാണിക്കുന്നത്. ഓക്കെ. The agricultural sector was adversely affected. ഓക്കെ. കാർഷിക മേഖലയെ ഈ പുതിയ സാമ്പത്തിക നയം ഏറ്റവും കൂടുതലായി ദോഷകരമായി ബാധിച്ചു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാർഷിക മേഖലയിലുള്ള പൊതുനിക്ഷേപം കുറഞ്ഞു. ഡിക്ലൈൻ ഇൻ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ. അതായത് ഗവൺമെൻറ് കാർഷിക മേഖലയിൽ നടത്തുന്ന നിക്ഷേപത്തിൻ്റെ അളവ് കുറഞ്ഞു. ഇതാണ് ആദ്യത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി കുറച്ചതിൻ്റെ ഫലമായിട്ട് കുറേ കാർഷിക ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തി. അതിൻ്റെ ഫലമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില
വില കുറഞ്ഞു. ഇത് കർഷകരെ ദോഷകരമായി ബാധിച്ചു. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറേ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെത്തി. ഇത് ഇന്ത്യയിലെ കർഷകരെ ദോഷകരമായിട്ട് ബാധിച്ചു. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. ഇത് ഇന്ത്യൻ കർഷകരെ ദോഷകരമായി ബാധിച്ചു. ഇതാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. അതായത് ദ റിഡക്ഷൻ in import duty on agricultural products has led to an increase in imports of agricultural products and a decrease in the price of agricultural products. Okay, അടുത്ത പോയിൻ്റായിട്ട് പറയുന്നതാണ് കാർഷിക ഉൽപ്പാദന ചെലവ് കൂടി എന്ന അളവിൽ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചില്ല. ദ കോസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ബട്ട് ദി പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഡിഡ് നോട്ട് ഇൻക്രീസ് ബൈ സെയിം റേറ്റ്. അതായത് ഉൽപ്പാദന ചെലവ് കൂടി, പക്ഷേ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില അതേ അളവിൽ വർദ്ധിച്ചില്ല. അത് കർഷകരെ ദോഷകരമായി ബാധിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാർഷിക മേഖലയിലെ ബാധിച്ചുള്ള ദോഷങ്ങൾ. അപ്പോൾ പ്രധാനമായും പുതിയ സമ്പദ് നയത്തിൻ്റെ ദോഷങ്ങൾ ബാധിച്ച ഒരേ ഒരു മേഖലയാണ് കാർഷിക മേഖല. ഓക്കെ, അപ്പോൾ 2 പോയിൻ്റാണ് ഇതിലുള്ളത്. ഒന്ന്, തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല. രണ്ടാമത്താണ് കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ആ കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ച 3 പോയിൻ്റുകളാണ് നമ്മളിപ്പോൾ എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ചാപ്റ്റർ അവസാനിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ദാരിദ്ര്യം ചർച്ച ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എസ്ഐ ചോദിക്കുന്നതാണ്. പുതിയ സമ്പദ് നയം എസ്ഐ ചോദിക്കുന്നതാണ്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എല്ലാവരും പഠിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.